ഇപ്പോഴിതാ റഷ്യയിലേക്ക് 1000 കിലോമീറ്റർ കടന്നു കയറി ഒരു വമ്പൻ ആക്രമണം യുക്രൈൻ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 കിലോമീറ്റർ ആണ് റഷ്യയിലേക്ക് യുക്രൈൻ കടന്നു കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യക്കെതിരെ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണമാണ് യുക്രൈൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള 4.5 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണിത്. മധ്യ റഷ്യയിലെ ടാറ്റർസ്ഥാൻ മേഖലയിലെ അതിർത്തിയിൽ നിന്ന് 1000 കിലോമീറ്ററിലധികം ദൂരം തുളച്ചു കയറി യുക്രൈൻ ഒരു വലിയ ഡ്രോൺ ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച റഷ്യൻ നഗരമായിട്ടുള്ള നിസ്നെകാംസിൽ നടന്ന ഈ ഡ്രോൺ ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേരെങ്കിലും കൊല്ലപ്പെടുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റഷ്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ്. ഈ ആക്രമണത്തിലൂടെ യുക്രൈൻ റഷ്യക്ക് ഇരട്ടി പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഒരു വശത്ത് അവർക്ക് ധാരാളം ആളുകളെ നഷ്ടപ്പെട്ടു, മറുവശത്ത് അവരുടെ പ്രധാനപ്പെട്ട ഊർജ്ജ സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. നിഷ്നെകാംസ് നഗരം റഷ്യയിലെ ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണ കേന്ദ്രമാണ്. അവിടെ 2 എണ്ണ ശുദ്ധീകരണശാലകളും ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും സ്ഥിതി ചെയ്യുന്നു. യുക്രൈന്റെ ഈ ആക്രമണത്തിൽ റഷ്യയിൽ ഇന്ധനക്ഷാമം രൂക്ഷമായി. എണ്ണ കണ്ടെത്താനുള്ള റഷ്യയുടെ ആ ഒരു വലിയ നീക്കത്തെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ചർച്ചകളിലൂടെ മേശകളിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരികയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഞങ്ങൾ തികച്ചും ഉചിതമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഓരോ റഷ്യൻ ആക്രമണത്തിനും ഞങ്ങൾ തിരിച്ചടി നൽകുമെന്നാണ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് റഷ്യയും അർദ്ധരാത്രിയിൽ യുക്രൈനിൽ ഡ്രോൺ പീരങ്കി ആക്രമണങ്ങൾ നടത്തി. യുക്രൈനിലെ കാർഗോവ് മേഖലയിലെ ബുഖെവ്ക ഗ്രാമത്തിൽ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിൽ വിക്ഷേപിച്ച 456 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്.